ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലേ. നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു അല്ലേ. ഓരോ വ്യഞ്ജനാക്ഷരവും ടീച്ചർ വ്യഞ്ജനാക്ഷരം പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ ടീച്ചർ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ സ്വരാക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങിയ ആ സമയത്ത് പറഞ്ഞിരുന്നു, ഈ സ്വരാക്ഷരങ്ങളാണ് ഏത് വ്യഞ്ജനാക്ഷരത്തിൻ്റെ മറ്റക്ഷരങ്ങളുടെ അല്ലേ. സ്വരാക്ഷരങ്ങൾ ആ ഈ ഊ തുടങ്ങി അത് മുതൽ ആ തീരുന്നത് വരെയാണ് സ്വരാക്ഷരം അല്ലേ. അപ്പോൾ ആ സ്വരാക്ഷരങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, സ്വരാക്ഷരങ്ങളാണ് മറ്റ് അക്ഷരങ്ങളുടെ വ്യഞ്ജനാക്ഷരങ്ങളുടെ പഠിക്കുന്നതിനുള്ള അടിസ്ഥാനം. സ്വരാക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഷയ്ക്ക് അടിസ്ഥാനമിടുന്ന ശബ്ദങ്ങൾ അല്ലേ. ശബ്ദങ്ങൾ, സ്വര ശബ്ദങ്ങളാണത് അല്ലേ. ഈ സ്വര ശബ്ദങ്ങളുടെ സഹായത്തോടെയാണ് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ പഠിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് മനസ്സിലായതുമാണ് അല്ലേ. ചിഹ്നങ്ങൾ ചേർത്ത് നമ്മൾ എഴുതി അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ താ എടുക്കാം. താ, തീ, തൂ, തൃ, തേ, തൈ, തോ, തൗ, തം, ത ഇല്ലേ. അങ്ങനെ ഓരോ അക്ഷരങ്ങളും നമ്മൾ എഴുതി കഴിഞ്ഞതാണ് അല്ലേ. ഇനി അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിൽ നന്നായിട്ട് പതിയാനും ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വരുന്നത് അല്ലേ, ഈ ചിഹ്നങ്ങൾ ചേർത്ത് ഇങ്ങനെ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയാനും വേണ്ടിയിട്ടാണ് ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നത്. പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല. നിങ്ങളത് വന്ന വഴി ഒന്ന് അറിയിക്കാൻ, ആ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുമ്പോൾ ആ സ്വരങ്ങൾ എങ്ങനെ ഈ അക്ഷരത്തോട് ചേരുന്നു എന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഏതെങ്കിലും ഒരു വ്യഞ്ജനാക്ഷരം, ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യഞ്ജനാക്ഷരം എടുത്തിട്ട് ടീച്ചർ ഇന്ന് ആ എക്സാമ്പിൾ കാണിച്ചു തരാം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അയ്യോ ടീച്ചർ ഇത് വലിയ കാര്യമാണ്, ഞങ്ങൾക്കൊന്നും പറ്റണില്ല എന്ന് ചിന്തിക്കേണ്ട. ശ്രദ്ധയോടെ ഇരുന്നാൽ, മനസ്സിരുത്തി പഠിച്ചാൽ, ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതൊന്നും കൂടെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നു മാത്രം. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഒരു വ്യഞ്ജനാക്ഷരം എടുത്തിട്ട് അത് സ്വരാക്ഷരത്തോട് ചേർത്ത് അത് ചിഹ്നവുമായിട്ട് നമ്മൾ ചേർത്തെഴുതുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. വായോ. നമ്മളിന്ന് ഉദാഹരണമായിട്ട് എടുക്കുന്ന അക്ഷരം ആദ്യത്തെ വ്യഞ്ജനാക്ഷരം തന്നെ എടുക്കാം. ഏതാണ് ആദ്യത്തെ വ്യഞ്ജനാക്ഷരങ്ങൾ ആദ്യത്തെ ഏതാണ്? ക അല്ലേ. ക എടുക്കാം. അപ്പൊ നോക്കിയേ, കായെടുത്തു. ടീച്ചർ പറഞ്ഞിരുന്നു അതിന് മുമ്പ് ഒരു കാര്യം. ഇത് നോക്കിയേ, ക പ്ലസ്. നമ്മൾ പ്ലസ് എന്നാണ് പറയുന്നത്. മലയാള ഭാഷയിൽ നമുക്ക് ഇതിന് മലയാളത്തിൽ നമ്മൾ ഈ ചിഹ്നം എഴുതുമ്പോൾ അല്ലേ, ഇപ്പോൾ മാത്സിൽ നമ്മൾ എന്ത് പറയും? 3+2 അല്ലേ, 1+1 അല്ലേ, അങ്ങനെയാണ് പറയുന്നത്. മലയാളത്തിൽ നമുക്ക് ഇതിന് എന്ത് പറയാം? മറ്റൊരു പദവുമായിട്ട് നമുക്കിതിനെ പറയാം, അധികം. എന്താണ് അധികം? അധികം എന്ന് പറഞ്ഞാൽ പ്ലസ് എപ്പോഴും ചേർക്കുന്നത് എങ്ങനെയാ? കൂടുതലാക്കാനാണ് അല്ലേ. 3+2 3+2 തന്നെയാണോ വരുന്നത്? അല്ല. എന്താ? കൂടുതൽ നമ്പറാണ് വരുന്നത്. അപ്പം എന്താ? 3യും 2യും കൂടെ ചേരുമ്പോൾ 5 അല്ലേ. അതാണ് അധികം അല്ലേ. അധികമായി വരുന്നു. അപ്പം നിങ്ങൾ മാത്സിലൊക്കെ ഈ ചിഹ്നം യൂസ് ചെയ്യുമ്പോൾ പ്ലസ് എന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല. നമുക്ക് മലയാളത്തിൽ പറയുമ്പോൾ എന്ത് പറയാം? അധികം. എന്താണ്? അധികം. അങ്ങനെ പറയാം നമുക്ക്. ഓക്കെ. യെസ്. അപ്പം അധികം കണ്ട. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അവിടെ ശ്രദ്ധിച്ചിരിക്കണം. നമ്മളിവിടെ കാ എഴുതി, എന്നിട്ട് ഇത് നമ്മൾ എഴുതിയില്ല എന്ന് വെക്കാം. ഇങ്ങനെ നമ്മൾ എഴുതി. കണ്ട, ഒരു മിനിറ്റ്, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എഴുതാം. ക അധികം ക. ഇതങ്ങനെയല്ല എഴുതുന്നത്. നമ്മളിവിടെ ടീച്ചർ ഈ കായുടെ മേലെ, ആദ്യം എഴുതിയ കായുടെ മേലെ ഇവിടെ ഒരു ചിഹ്നം എഴുതി. മനസ്സിലായോ? ചിഹ്നം എഴുതി.
പക്ഷെ ഈ കായുടെ മേലെ ചിഹ്നം ഇല്ല. അതെന്താണെന്നറിയോ? ആദ്യം എഴുതിയ കായുടെ മേലെ നമ്മൾ ഈ ചിഹ്നം ഇട്ടു, ചന്ദ്രക്കല, എന്ന് പറയുന്ന ശബ്ദം വരുന്ന ചന്ദ്രക്കല ഇട്ടു. പക്ഷെ ഇവിടെ എഴുതിയതിൽ ആ ചിഹ്നം ഇല്ല. അതെന്താ കാര്യം എന്നറിയോ? ടീച്ചർ കഴിഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വ്യഞ്ജനാക്ഷരങ്ങൾക്ക് തനിയെ നിൽക്കാൻ പറ്റില്ല. എന്തിൻ്റെ സഹായം വേണം? വ്യഞ്ജനാക്ഷരങ്ങൾക്ക് എന്തിൻ്റെ സഹായം വേണം? സ്വരശബ്ദങ്ങളുടെ സഹായം വേണം. കണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എഴുതിയ അക്ഷരത്തിന് ചന്ദ്രക്കല ചിഹ്നം ഇട്ടത്. അപ്പൊ ഇത് കംപ്ലീറ്റ് അല്ല, അല്ലേ? വന്ന്, അവൻ വന്ന്, അല്ലേ? അത് കംപ്ലീറ്റ് ആവുന്നുണ്ടോ? ഇല്ല. അവൾ വന്ന്, പിന്നെ എന്തോ ഉണ്ട്, അല്ലേ? അവൾ വന്ന്, അവൻ വന്ന്, ടീച്ചർ പറഞ്ഞ്. എന്താ ടീച്ചർ പറഞ്ഞെന്നുള്ളത് ക്ലിയർ അല്ല. അതേസമയം ടീച്ചർ പറഞ്ഞു, എന്താണ് പറഞ്ഞതെന്ന് അറിയില്ലെങ്കിലും ടീച്ചർ എന്തോ പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, അല്ലേ? അവൻ വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അവൾ ചെന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി, അല്ലേ? പക്ഷെ അവൾ വന്ന്, അവൻ ചെന്ന്, ടീച്ചർ പറഞ്ഞ്, അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും കംപ്ലീറ്റ് ആകുന്നുണ്ടോ? ഒന്നും കംപ്ലീറ്റ് ആകുന്നില്ല, അല്ലേ? ഒന്നും കംപ്ലീറ്റ് ആകുന്നില്ല. എന്താ പറഞ്ഞേ? എന്തിനാ ചെന്നേ? എന്താ ചെന്നത്, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഈ വ്യഞ്ജനാക്ഷരങ്ങളുടെ മുകളില് ഈ ചിഹ്നം ചേരുമ്പോ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. അവൻ ചെന്ന്, അമ്മ പറഞ്ഞ്, അല്ലേ? അവൾ വന്ന്, എന്തിനാ വന്നേ നമുക്കറിയില്ല, അല്ലേ? ഈ ചിഹ്നം ചേരുമ്പോൾ ആ അക്ഷരം കംപ്ലീറ്റ് ആകുന്നില്ല. അതാണ്. അപ്പൊ ഇവിടെ ഈ സ്വരങ്ങളുടെ സഹായത്തോടെ മാത്രമാണ് ഈ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്തത് എഴുതുമ്പോൾ മനസ്സിലാവും കേട്ടോ. നോക്കിക്കോ. അപ്പൊ ക്ക് അധികം ആ സമം, ഇത് ഇംഗ്ലീഷിൽ ഈക്വൽ ടു, അല്ലേ? ഇത് മലയാളത്തിൽ സമം ക. ഉണ്ടാവും. ക്ക് അധികം ആ ക. ഓക്കെ, അടുത്തത് നോക്കിയേ. ക്ക് അധികം ആ. അപ്പൊ എന്താ വരിക? ക്ക് അധികം ആ എന്താ പറഞ്ഞ? ക എഴുതി ഇനി എന്താ വരണം? ചിഹ്നം വരണം. കണ്ടോ? ക്ക് അധികം ആ കാ. കണ്ടോ? ഈ ചിഹ്നം ഇല്ലാതെ നമുക്ക് ഈ കായിനെ കാന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ചിഹ്നം ഇല്ലെങ്കിൽ അതെന്താ? കാ തന്നെ, അല്ലേ? മനസ്സിലായോ? കിട്ടിയോ? ഒന്നും കൂടെ എഴുതാം. ക്ക് അധികം ഈ എന്താ? ചിഹ്നം എഴുതിയിട്ടില്ല. ഇതിനെങ്ങനെ തന്നെ വിളിക്കും? കാ കാ കാ. അങ്ങനെ തന്നെയല്ലേ നമ്മൾ പറയുന്നത്, അല്ലേ? ചിഹ്നം വരണം, അല്ലെങ്കിൽ ആ സ്വര ശബ്ദം അവിടെ വരണം, അല്ലേ? സ്വര ശബ്ദത്തിന്റെ ചിഹ്നം അവിടെ വരണം. അതുകൊണ്ടാണ് പറയുന്നത് വ്യഞ്ജനാക്ഷരങ്ങൾക്ക് സ്വരശബ്ദങ്ങൾ കൂടിച്ചേർന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ, അവൻ വന്ന്, അവൾ ചെന്ന്, അച്ഛൻ പറഞ്ഞ്, അമ്മ പറഞ്ഞ്. എന്താ പറഞ്ഞത് എന്തെങ്കിലും നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വേണം? അതാണ് ഈ പറഞ്ഞ്, ചെന്ന്, വന്ന്, കണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ ചിഹ്നം ഉണ്ടാ ഇവിടെ ക്ക് എന്ന് തന്നെ പറഞ്ഞാൽ ഈ അക്ഷരം കംപ്ലീറ്റ് ആകുന്നില്ല. കിട്ടിയോ? ഈ ഒരു വ്യഞ്ജനാക്ഷരം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടാ. ഏതെങ്കിലും ഒരു വ്യഞ്ജനാക്ഷരം നമ്മൾ എടുക്കുകയാണ്, എന്നിട്ട് അതിനോട് നമ്മൾ സ്വരാക്ഷരം ചേർക്കണം. കണ്ടോ? സ്വരാക്ഷരങ്ങൾ ചേർത്ത് എഴുതുകയാണ്, ആഡ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ആ ചിഹ്നം ചേർത്ത് ഇവിടെ എഴുതുമ്പോഴാണ് ആ വ്യഞ്ജനാക്ഷരം എന്താവുന്നത്? കംപ്ലീറ്റ് ആകുന്നത്.
മനസ്സിലായോ? വ്യഞ്ജനാക്ഷരങ്ങൾക്ക് സ്വരാക്ഷരങ്ങളുടെ സഹായമില്ലാതെ തനിയെ നിൽക്കാൻ പറ്റില്ല. വ്യഞ്ജനാക്ഷരങ്ങൾ നിൽക്കണമെങ്കിൽ ആര് വേണം കൂടെ? ആര് വേണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വ്യഞ്ജനാക്ഷരങ്ങൾ ഉണ്ടല്ലോ. ക ഖ ഗ ഘ ങ ച ഛ ജ ഛ ഞ ട ഠ ഡ ഠ ണ ത ഥ ദ ഥ ന പ ഫ ബ ഫ മ യ ര ല വ ശ ഷ സ ഹ ള ഴ റ. ഇത്രയും വ്യഞ്ജനാക്ഷരങ്ങൾക്ക് നിൽക്കണമെങ്കിൽ ആരുടെ ഹെൽപ്പ് വേണം? ആരുടെ ഹെൽപ്പ് വേണം? സ്വരാക്ഷരങ്ങളുടെ ഹെൽപ്പ് വേണം. സ്വരാക്ഷരങ്ങൾ ഹെൽപ്പ് ചെയ്യാണ്ട് വ്യഞ്ജനാക്ഷരങ്ങൾക്ക് തന്നെ നിൽക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഓക്കെ, അത് പഠിപ്പിക്കാനാണ് ടീച്ചർ ഇത് എഴുതുന്നത്. ഈ ക്ലാസ്സിൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെയാണ് അക്ഷരങ്ങൾ വരുന്നത്. ഇപ്പം ശ്രദ്ധിക്കുക. ക പ്ലസ് ആ, പ്രത്യേകിച്ച് ചിഹ്നമൊന്നുമില്ല. ക പ്ലസ് ആ എന്താണ്? കാ. കണ്ടാ? ഈ സ്വരത്തിന്റെ ശബ്ദമില്ലാതെ ഇതില്ലെങ്കിൽ എന്താണ്? കാന്ന് തന്നെ വരണുള്ളൂ. പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതിൽ. അതേസമയം ആ സ്വരശബ്ദത്തിന്റെ ആ ചിഹ്നം ചേർക്കുമ്പോ അല്ലേ പുതിയൊരു അക്ഷരം നമുക്ക് കിട്ടി, വ്യഞ്ജനാക്ഷരം കാ. കണ്ടോ? അതാണ് പറയുന്നത് സ്വരാക്ഷരങ്ങളുടെ ഹെൽപ്പ്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. സ്വരാക്ഷരങ്ങൾ ഹെൽപ്പ് ചെയ്യാതെ ഈ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ഒരാൾക്കും തന്നെ നിൽക്കാൻ പറ്റില്ല. വ്യഞ്ജനാക്ഷരങ്ങൾ നന്നായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആര് കൂടെ വേണം? എപ്പോഴും സ്വരാക്ഷരം വേണം അല്ലേ? സ്വരാക്ഷരങ്ങളില്ലാതെ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് നിൽക്കാനേ പറ്റില്ല. സ്വരാക്ഷരം കൂടെ ഉണ്ടെങ്കിൽ ആ വ്യഞ്ജനാക്ഷരം ഹാപ്പി ആവുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ നോക്കിയേ, ക അധികം ഈ സമം എന്താണ്? കീ. മനസ്സിലായോ? യെസ്. അടുത്തത് നോക്കാം. ഉണ്ടോ? ഈ ചന്ദ്രക്കല വരുമ്പോ ആ അക്ഷരം പൂർണ്ണ ആവണില്ല. ക ഒരക്ഷരം നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. ക അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ ക എന്ന അക്ഷരത്തിന്റെ കൂടെ എന്ത് ചേരുന്നു? ഒരു സ്വരാക്ഷരം ചേരുകയാണ് അല്ലേ? ഒരു സ്വരാക്ഷരം ചേരുകയാണ്. അപ്പൊ ഇതെന്തായി മാറി? ക അധികം ഈ സമം കീ. കണ്ടാ? അപ്പൊ ആ ഈ അപ്പൊ എന്തായി? കാ കീ കീ. കിട്ടിയോ? ഇതിങ്ങനെയാണ് ചേർക്കുന്നത്. മനസ്സിലായോ? ഇത് ടീച്ചർ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ എക്സാം ഇടും. മനസ്സിലായോ? ഇവിടെ മിസ്സിങ് ആയിട്ടിടും, അല്ലെങ്കിൽ ഇവിടെ മിസ്സിങ് ആയിട്ടിടും, അല്ലെങ്കിൽ ഇവിടെ മിസ്സിങ് ആയിട്ടിടും. നിങ്ങളത് ഫില്ല് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്? നോക്കേ, ഏതെങ്കിലും ഒരു വ്യഞ്ജനാക്ഷരം വന്നു. എന്ന് പറയുന്ന ചന്ദ്രക്കല, ഇതെന്താണ്? ചന്ദ്രൻ. ഈ ചിഹ്നം ചേർന്നു. കംപ്ലീറ്റ് ആവണില്ല. ത് പ് കി. അതേസമയം നോക്കിയേ, പി തൂ ഇങ്ങനെയൊക്കെ വന്ന കംപ്ലീറ്റ് ആയ പോലെ നമുക്ക് തോന്നും അല്ലേ? അമ്മ പറഞ്ഞ് എന്ന് പറയുമ്പോ എന്താ പറഞ്ഞ് അറിയില്ല. അതേസമയം അമ്മ പറഞ്ഞു ഉണ്ടോ? കംപ്ലീറ്റ് ആയണ്ടോ? അപ്പൊ ഇത് അല്ലേ, ഈ ചിഹ്നം വരുമ്പോ നമുക്ക് കംപ്ലീറ്റ് ആയ പോലെ കിട്ടില്ല. അതേസമയം നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിന്റെ കൂടെ ഊ ചേർത്തു എന്ന് വയ്ക്കാം. ത് അധികം ഊ. അപ്പൊ എന്താ വരിക? ഒന്ന് പറഞ്ഞേ. ഇപ്പൊ മനസ്സിലായി കാണൂല ടീച്ചറിന്റെ കുട്ടികൾക്ക്? ത് അധികം ഊ സമം എന്താ വരിക? താഴെ എഴുതിയിട്ട് എന്തെഴുതണം? ഊവിന്റെ ചിഹ്നം എഴുതണം അല്ലേ? അപ്പൊ എന്താവും? തൂ അല്ലേ? യെസ്. കിട്ടിയോ? ഓക്കെ ആയില്ലേ? അപ്പൊ ഒന്ന് ഓർക്കണം, ഈ ചിഹ്നം ഇങ്ങനെ വന്നു കഴിയുമ്പോ എന്താണ്? ആ അക്ഷരം കംപ്ലീറ്റ് ആവണില്ല. ത് പ് ക് ട് കംപ്ലീറ്റ് ആയ പോലെ നമുക്ക് തോന്നണില്ല. അതൊന്നാമത്തെ കാര്യം പഠിക്കുക. രണ്ടാമത്, അങ്ങനെയുള്ള ചന്ദ്രക്കല ചേർത്ത് എഴുതിയ അക്ഷരത്തോട് ഏതെങ്കിലും ഒരു സ്വരാക്ഷരം ചേർത്ത് നമ്മൾ എഴുതുകയാണ്. അപ്പൊ എന്താണ്? കണ്ടോ? കംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലേ, ഒരു കംപ്ലീറ്റ് ആയ പോലെയുള്ള ഒരു അക്ഷരം നമുക്ക് കിട്ടുക. അപ്പൊ എന്താണ്? വ്യഞ്ജനാക്ഷരത്തോട്
നമ്മൾ സ്വരാക്ഷരം ചേർത്ത് കഴിയുമ്പോൾ ആ വ്യഞ്ജനാക്ഷരം കംപ്ലീറ്റ് ആയിട്ട് നിൽക്കും. ആ വ്യഞ്ജനാക്ഷരത്തിന് നല്ല പവറിൽ നിൽക്കാൻ പറ്റും. അപ്പം മനസ്സിലാക്കുക, വ്യഞ്ജനാക്ഷരങ്ങൾക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ, വ്യഞ്ജനാക്ഷരങ്ങൾ നല്ല ഭംഗിയായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആര് വേണം കൂടെ? ആര് വേണം കൂടെ? സ്വരാക്ഷരങ്ങൾ വേണം അല്ലേ? സ്വരാക്ഷരങ്ങൾ ഹെൽപ്പ് ചെയ്യാതെ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല, തന്നെ നിൽക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അടുത്ത അക്ഷരങ്ങളിലേക്ക് പോവാം. യെസ്, ക തന്നെയാണ് നമ്മൾ ഉദാഹരണം എടുക്കുന്നത്. കണ്ട? അപ്പൊ നമുക്ക് വീണ്ടും പോയാലോ? ക് അധികം ഉ. അപ്പൊ എങ്ങനെയാ വരിക? കു. കണ്ട? യെസ്. ആ ഈ ഉ. അടുത്ത എന്തായിരിക്കും? അടുത്ത എന്താണ്? ഊ. യെസ്. ഊ. അപ്പൊ എന്ത് വരും? കൂ. കണ്ട? ക് അധികം റ്. എന്താ വരിക? കൃ അല്ലേ? യെസ്. ക് അധികം എ. അപ്പൊ എന്താ വരിക? കെ. ക് അധികം എ. അപ്പൊ എന്താ വരിക? കെ. കണ്ടോ? ആ ഈ ഉ ഋ എ. അതുപോലെ ഇവിടെ നോക്കിയേ, ക കി കു കൃ കെ. കണ്ടോ? ഈ വ്യഞ്ജനാക്ഷരം നിൽക്കണം എന്നുണ്ടെങ്കിൽ മറക്കരുത്, ആരുടെ ഹെൽപ്പ് വേണം? സ്വരാക്ഷരങ്ങളുടെ ഹെൽപ്പ് വേണം. സ്വരാക്ഷരങ്ങൾ ഹെൽപ്പ് ചെയ്യാതെ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഓക്കെ. അടുത്തത് നോക്കിയേ, ക്ക് അധികം ഐ. അപ്പൊ എന്താ വരിക? കൈ. ഉണ്ടോ? കൈ. ക്ക് അധികം ഓ. അപ്പൊ ഇതെന്താ വരിക? കോ. കണ്ടോ? അടുത്തത് ക്ക് അധികം ഓ. അപ്പൊ എങ്ങനെയാ വരേണ്ടത്? കോ അല്ലേ? അടുത്തത് ക്ക് അധികം ഔ. അപ്പൊ എങ്ങനെയാ? കൗ. ക്ക് അധികം അം. അപ്പൊ എങ്ങനെ വരും? കം. ലാസ്റ്റ് വൺ, ക്ക് അധികം ആ. അപ്പൊ എങ്ങനെയാ വരിക? ക. ഇതാണ് ടീച്ചർ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുമ്പോൾ എന്ത് ടീച്ചർ പറയാറില്ലേ? ത ആ. നിങ്ങൾക്ക് എളുപ്പത്തിനാണെന്ന് ടീച്ചർ പറഞ്ഞത്. ക അ ക, ക ആ ക, ക ഇ കി അങ്ങനെ പറഞ്ഞത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നിങ്ങൾക്കത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നെങ്കിൽ ചിഹ്നം ടീച്ചർ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു അല്ലേ? ഈ ചിഹ്നം ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞത്. എല്ലാം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ ചിഹ്നം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ ക്ലാസ് ടീച്ചർ എടുക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കിട്ടിയോ? ഓക്കെ ആയോ? അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഇത് നോക്കിയേ, ഈ ചിഹ്നം ചേർത്ത് നമ്മൾ എന്തെങ്കിലും എഴുതുമ്പോൾ ഇപ്പൊ ഈ അക്ഷരം എഴുതി നമ്മൾ ഉണ്ടോ? ഈ ചിഹ്നം ചേർത്ത് ചന്ദ്രക്കല ചേർത്ത് എഴുതി, കംപ്ലീറ്റ് ആയിട്ടില്ല. അതിനോട് എന്ത് വേണം? ഏതെങ്കിലും ഒരു സ്വരാക്ഷരം നമ്മൾ
പ്ലസ് ചെയ്ത് എഴുതുകയാണ്, കൂട്ടിച്ചേർത്ത് എഴുതുകയാണ്. അപ്പം എന്ത് വരുന്നു? ആ വ്യഞ്ജനാക്ഷരം പ്ലസ് സ്വരത്തിൻ്റെ ശബ്ദം ഉണ്ടോ? അപ്പം എന്താ? ക ക് അധികം അം എന്തായിരുന്നു? കം. കണ്ട? അങ്ങനെ വരും. അപ്പം മനസ്സിലാക്കുക, വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആര് വേണം? ആര് വേണം? സ്വരാക്ഷരം വേണം. സ്വരാക്ഷരം ഇല്ലാതെ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് തന്നെ നിൽക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മറ്റ് അക്ഷരങ്ങൾ ഇതുപോലെ ഒന്ന് ചേർത്ത് എഴുതി നോക്കാം. അപ്പം നിങ്ങൾ ആൻസർ പറയണം കേട്ടോ. ഇപ്പം ഈ പഠിച്ച ഈ കാര്യം ഈ ക്ലാസ്സിൽ പഠിച്ചത് ടീച്ചർ മറ്റൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യും? എക്സാം ഇടും എപ്പോഴെങ്കിലും. മനസ്സിലായോ? എക്സാം ഇടുന്നത് ഇങ്ങനെയായിരിക്കും. കാ തന്നെ ആവണമെന്നില്ല കേട്ടോ. ഇപ്പൊ ടീച്ചർ ഈ ക്ലാസ് എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് കാ കാണിച്ചു തരുന്നു. എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും ടീച്ചർ ഉപയോഗിക്കും. മനസ്സിലായോ? കാ മുതൽ ഹ ള ഴ റ വരെയുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ ടീച്ചർ ഉപയോഗിക്കും. അപ്പൊ നിങ്ങൾ വീട്ടിൽ അത് പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലായോ? എക്സാമ്പിൾ കാണിച്ചു തരാം. ടീച്ചർ ഇപ്പൊ എക്സാം എങ്ങനെ ഇടും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. നോക്കിക്കോ. ക് അധികം ഡാഷ് എന്നിട്ട് ടീച്ചർ എന്ത് എഴുതൂ? കണ്ടോ? ഇങ്ങനെയായിരിക്കും എക്സാം എഴുതുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് എഴുതും? ഇവിടെ ഏത് അക്ഷരം ഫില്ല് ചെയ്യും? ഏത് സ്വരാക്ഷരമായിരിക്കും ഇവിടെ വരുന്നത്? ഏത് സ്വരാക്ഷരമായിരിക്കും? യെസ് അല്ലേ? ക് അധികം ഉ. അപ്പൊ എന്താ? കു അല്ലേ? യെസ്. ഓക്കെ, ഇനി ടീച്ചർ എഴുതാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇതെന്തായിരിക്കും വരുന്നത്? ഇങ്ങനെയും വരാം. അപ്പൊ എങ്ങനെ വരും? ഏതക്ഷരം എങ്ങനെ എഴുതേണ്ടി വരും? ഡാഷ് അധികം ഈ കീ. ഈ കീ ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരണം? എന്ത് വരണം? യെസ്, കണ്ടാ? ഇങ്ങനെയും ടീച്ചർ എക്സാമിന് ഇടും. അപ്പൊ ഏത് വിധത്തിൽ എക്സാം ഇട്ടാലും നിങ്ങളത് അറിഞ്ഞിരിക്കണം. ഇനി ക് അധികം ഡാഷ് എന്ത് വരും? എന്ത് വരും? ഇവിടെ എന്താ വരിക? ഇവിടെ എന്താ വരിക? ക് അധികം എന്താ? കൃ. കണ്ടാ? അപ്പൊ ഏത് വിധത്തില് എക്സാം ഇട്ടാലും എന്താണ്? നിങ്ങൾ എഴുതാൻ റെഡിയാകണം. ഇതിപ്പോ ക എന്ന് പറയുന്നത് ടീച്ചർ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു എന്ന് മാത്രം. എല്ലാ വ്യഞ്ജനാക്ഷരവും നിങ്ങൾ ഇതേപോലെ എഴുതി പരിശീലിക്കണം വീട്ടില്. മനസ്സിലായോ? ടീച്ചർ 1-2 എഴുതി കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും. ത് അധികം എന്താ? ത അല്ലേ? അടുത്തത് നോക്കിയേ. പ് അധികം അപ്പൊ എന്താ? പാ. ഇത് ഓരോ വ്യഞ്ജനാക്ഷരങ്ങളും ടീച്ചർ എക്സാമ്പിൾ ഓരോന്ന് എഴുതുന്നു എന്ന് മാത്രം. എല്ലാ വ്യഞ്ജനാക്ഷരവും നിങ്ങൾ ഇതുപോലെ സ്വരാക്ഷരങ്ങളോട് ചേർത്ത് എഴുതണം. വീട്ടിലെഴുതി പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലായോ? കാ മുതൽ എവിടം വരെയാണ്? കാ എന്ന് തുടങ്ങി എവിടം വരെയാണ് വ്യഞ്ജനാക്ഷരം നമ്മൾ കാണിച്ചു തന്നത്? ഹ ള ഴ റ. ഉണ്ടോ? ഇവിടം വരെയുള്ള കാ തുടങ്ങി റാ വരെയുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ ഇതേപോലെ സ്വരാക്ഷരങ്ങൾ ചേർത്ത് എഴുതി വീട്ടിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പം ആ ചിഹ്നങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളതും നിങ്ങൾക്ക് അത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പക്ഷെ കുറച്ചും കൂടെ മനസ്സിൽ പതിയാൻ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവും കേട്ടോ. മറക്കരുത്. അടുത്തത് യ അധികം ഈ. അപ്പൊ എന്താണ്? ഈ. കണ്ട? ല അധികം ഈ. അപ്പൊ എന്താ? ലീ. കണ്ട? ട് അധികം ഉ. അപ്പൊ എന്ത് വരും? ടു അല്ലേ? ഇനി ഗ അധികം ഊ. അപ്പൊ എന്താ വരിക?
ഗൂ. കണ്ടോ? ഇതേപോലെ എല്ലാ വ്യഞ്ജനാക്ഷരവും ചന്ദ്രക്കല ചേർത്ത് എഴുതണം. മനസ്സിലായോ? ആദ്യം ഫസ്റ്റ് എഴുതുമ്പോൾ ചന്ദ്രക്കല ചേർത്ത് എഴുതുക. ശേഷം ഏതെങ്കിലും ഒരു സ്വരാക്ഷരം എഴുതണം. എന്നിട്ട് അതിൻ്റെ ഉത്തരത്തിലേക്ക് വരുമ്പോൾ ആ വ്യഞ്ജനാക്ഷരം, അതിൻ്റെ ചിഹ്നം, ആ സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നം. അപ്പം എന്തായി മാറുന്നു? യ് പ്ലസ് ഇ. അപ്പം എന്തായി? ഇ. ഇങ്ങനെ എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും അല്ലേ, ക മുതൽ ഹ ള ഴ റ വരെയുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ ഇതേപോലെ ചേർത്ത് വീട്ടിൽ നിങ്ങൾ പേരൻസിൻ്റെ ഹെൽപ്പോട് കൂടെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം, മറക്കരുത് കേട്ടോ. നിങ്ങൾ തന്നെ ചെയ്ത് പഠിക്കുമ്പോൾ ചില അക്ഷരങ്ങൾ മിസ്സാവും അല്ലേ, ചിലപ്പോൾ ഈ ചിഹ്നങ്ങളൊക്കെ നിങ്ങൾ എഴുതുമ്പോൾ ഇല്ലാണ്ടായിപ്പോവും അല്ലേ. നിങ്ങൾ കുട്ടികളാണ് ഇപ്പോൾ, മനസ്സിലായോ? അപ്പോൾ പേരൻസിൻ്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ എളുപ്പമായിട്ട് മാറും, മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. മറക്കരുത്, വായിക്കാനും പഠിക്കാനും 15 മിനിറ്റ് മാറ്റി വയ്ക്കണം. നന്ദി, ശുഭദിനം, ബൈ.